കോടതികളിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തുല്യ അവസരം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് DMK നേതാവും രാജ്യസഭാ എംപിയുമായ P. വിൽസൺ. ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നതിൽ നിലവിലെ കൊളീജിയം സംവിധാനം പ്രാധാന്യം നൽകുമ്പോഴും രാജ്യത്തെ സാമൂഹിക വൈവിധ്യം ആ പ്രക്രിയയിൽ പ്രതിഫലിക്കുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 2018-നും 2024-നും ഇടയിൽ ഉന്നത ജുഡീഷ്യറിയിലേക്ക് നിയമിതരായ ജഡ്ജിമാരിൽ ഏകദേശം 20% പേർ മാത്രമാണ് SC, ST, OBC വിഭാഗങ്ങളിൽ നിന്നുള്ളവർ. സ്ത്രീകളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും കാര്യം പരിശോധിച്ചാലും യഥാക്രമം 15%, 5% എന്നിങ്ങനെയാണ് കണക്കുകൾ. അത്തരമൊരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതികളിലേക്കും ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ SC, ST, OBC, മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് ജനസംഖ്യാനുപാതത്തിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നാണ് സ്വകാര്യ ബിൽ ആവശ്യപ്പെടുന്നത്. കൂടാതെ കൊളീജിയത്തിന്റെ ശുപാർശകൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ മറുപടി പരമാവധി 90 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന സമയപരിധിയും ഈ ബിൽ നിഷ്കർഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടാണ്. നിലവിലെ സാഹചര്യത്തിൽ ഡൽഹിയിലാണ് സുപ്രീം കോടതി ഉള്ളത്. അതിനാൽ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും ഉയർന്ന രൂപമായ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ന്യൂഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ സുപ്രീം കോടതിയുടെ പ്രാദേശിക ബെഞ്ചുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടുന്നു.